ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ത്രില്ലിംഗ് സീരിയൽ. ഞാനിന്നിവിടെ കുടുംബവിളക്ക് സീരിയലിലെ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. കുടുംബവിളക്ക് സീരിയലിലെ റിവ്യൂ പതിവായി ലഭിക്കുന്നതിന് വേണ്ടി ത്രില്ലിംഗ് സീരിയൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിദ്ധാർത്ഥിന്റെ ഓഫീസ് കാണിച്ചുകൊണ്ടാണ്. ഓഫീസിലെ സ്റ്റാഫുകളിൽ നിന്നും വേദിക ഓഫീസിൽ എത്തുന്നില്ലെന്ന് സിദ്ധാർത്ഥ് മനസ്സിലാക്കുന്നു. ഇതേസമയം സിദ്ധാർത്ഥിന്റെ ഫോൺ റിങ് ചെയ്യുന്നു. നിലീനയായിരുന്നു വിളിച്ചത്. നിലീന: വെൽക്കം സിദ്ധാർത്ഥ് സർ, നിങ്ങൾ സുമിത്രയുടെ വീട്ടിലേക്ക് മടങ്ങി വന്നത് വളരെ നന്നായി. സിദ്ധാർത്ഥ്: സുമിത്രയുടെ വീടോ? നിലീന: അതെ, ആ വീട് സാറിന്റെ അച്ഛൻ സുമിത്രയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഇത് സിദ്ധാർത്ഥിന്റെ വീടെന്ന് പറയാൻ പറ്റില്ലല്ലോ. സിദ്ധാർത്ഥ് ദേഷ്യത്തിൽ: എനിക്കല്പം തിരക്കുണ്ട്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയൂ. നിലീന: നിങ്ങൾ കാൽ കീഴിലിട്ട് ചവിട്ടിയ സുമിത്ര ഉയർത്തെഴുന്നേൽക്കാൻ പോകുക. അതാ നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ വീട് അവളുടെ വീടായി മാറിയത്. നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമല്ലേ നടന്നിരിക്കുന്നത്. ഇനിയും പലതും നടക്കാൻ പോകുകയാ. നടക്കും, പക്ഷെ അതെല്ലാം നിന്റെ സുമിത്രയുടെ സ്വപ്നത്തിലായിരിക്കും നടക്കുന്നത്. സുമിത്ര 10-25 വർഷം എൻ്റെ ഭാര്യയായിരുന്നോളല്ലേ. അവളുടെ കഴിവുകൾ എത്രത്തോളം ഉണ്ടെന്ന് എന്നേക്കാൾ നന്നായി ആർക്കും അറിയില്ല. വാക്കുകൾ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയാനല്ല, നിന്നെയും സുമിത്രയും കൊണ്ട് എന്തെങ്കിലും കാണിക്കാമെങ്കിൽ കാണിക്ക്. നിലീന: മാറ്റി കാണിച്ചു തരാം. സുമിത്രയുടെ മാറ്റങ്ങൾ കണ്ട് നിങ്ങൾ കൊതിക്കുന്ന കാലമാണ് വരാൻ പോകുന്നത്. സിദ്ധാർത്ഥ്: ഇതൊക്കെ കേട്ടാൽ തോന്നും സുമിത്ര എൻ്റെ ബോസാകാൻ പോകുകയെന്ന്. വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. നിലീന: നിങ്ങൾ വേദികയുടെ വീട്ടിൽ നിന്നും തിരികെ വന്നത് നന്നായി. ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിച്ചാൽ നിങ്ങളുടെ മക്കൾക്ക് അഭിമാനത്തോടെ നടക്കാം. സിദ്ധാർത്ഥ്: നീ അധികം സംസാരിക്കാതെ ഫോൺ വയ്ക്ക്. എനിക്ക് സുമിത്രയെ പറ്റി കേൾക്കാൻ താല്പര്യമില്ല. അതിനായി എന്നെ ഫോൺ വിളിക്കരുത് എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് ഫോൺ കട്ട് ചെയ്യുന്നു. ശേഷം സിദ്ധാർത്ഥ് ചിന്തിക്കുന്നു, സുമിത്ര എല്ലാവരോടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക സുമിത്ര ജയിച്ചു എന്ന്. അവളുടെ അഹങ്കാരം നിർത്താൻ എനിക്കറിയാം. അടുത്ത ഭാഗത്തിൽ കാണിക്കുന്നത് ശ്രീനിലയമാണ്. ദീപു ശ്രീനിലയത്തിൽ വെച്ച് ആരോടോ ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ സിദ്ധാർത്ഥ് ഓഫീസിൽ നിന്നും തിരിച്ചെത്തുന്നു. ദീപുവിനെ കാണുന്ന സിദ്ധാർത്ഥിന്റെ മുഖത്ത് വലിയ ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. ദീപു സിദ്ധാർത്ഥിനോടായി: സിദ്ധുവേട്ട ഇപ്പോൾ വന്നത് നന്നായി. ഞാൻ അമ്മയും കൊണ്ട് തിരിച്ചു പോകാൻ ഇറങ്ങുമായിരുന്നു. സിദ്ധാർത്ഥ്: ദീപു അമ്മയും കൂട്ടിയാണോ വന്നത്? അതെ, സിദ്ധുവേട്ടനെ ശീതളും ഇവിടെ മടങ്ങി വന്നു എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഇവിടേക്ക് വരാൻ അമ്മ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നാണ് വരാൻ സമയം കിട്ടിയത്. സിദ്ധാർത്ഥ്: വെറുതെ വന്നതാണോ? ദീപു: സിദ്ധുവേട്ടനെ നേരിട്ടൊന്ന് കാണാനാ അമ്മ വന്നത്. എന്നെ എന്തിനാ കാണുന്നേ? ദീപു: അറിയില്ല, ഊണ് കഴിഞ്ഞ ശേഷം ഇറങ്ങാന്ന് ഞാൻ പറഞ്ഞതാ. അപ്പോൾ സിദ്ധുവേട്ടനെ നേരിട്ട് കണ്ടിട്ടേ പോകൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സിദ്ധാർത്ഥ്: എന്നെ കണ്ടിട്ട് എന്തെങ്കിലും അത്യാവശ്യം കാര്യമുണ്ടോ? ഫോൺ ചെയ്ത് പറയാനുള്ളത് മുഴുവൻ പറയുകയാണല്ലോ നിന്റെ അമ്മയുടെ ശീലം. പിന്നെന്തിനാ നേരിട്ട് കാണുന്നത്? ശേഷം കാണിക്കുന്ന ഹാളിൽ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ശിവദാസ മേനോന്റെ അടുത്തേക്ക് വരുന്ന സാവിത്രി അമ്മയെ കാണിച്ചുകൊണ്ടാണ്. സാവിത്രി അമ്മ മേനോനോടായി: സരസ്വതി അമ്മയ്ക്ക് എന്തേ സുഖമില്ലേ? ഞാൻ മുറിയിൽ ചെന്ന് സംസാരിച്ചപ്പോൾ മിണ്ടാട്ടമില്ല. ശിവദാസ മേനോൻ: അവൾക്കെന്താ സംഭവിച്ചതെന്ന് അവൾക്ക് മാത്രമേ അറിയൂ. ഇതേസമയം സിദ്ധാർത്ഥും ദീപുവും ഹാളിലേക്ക് വരുന്നു. സാവിത്രി അമ്മ സിദ്ധാർത്ഥിനോടായി: മോനെ ഒന്ന് കണ്ടു മടങ്ങാന്ന് കരുതിയാ ഇത്രയും നേരം പോകാതിരുന്നത്. ഇന്നെന്താ മോൻ ഓഫീസിൽ നിന്നും നേരത്തെ? സിദ്ധാർത്ഥ്: ഇന്ന് നേരത്തെ വരണമെന്ന് തോന്നി വന്നു. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. സിദ്ധാർത്ഥിന്റെ മറുപടിയിൽ സാവിത്രി അമ്മയ്ക്ക് എന്തോ പന്തികേട് തോന്നി. സാവിത്രി അമ്മ: മോനെ, നീ ശീതളും ഇങ്ങോട്ട് തിരിച്ചു വന്നത് നന്നായി. നിങ്ങൾ വന്നു എന്നറിഞ്ഞപ്പോൾ ഉടനെ ഞാനിങ്ങോട്ട് വന്നത് അതാ. പിന്നെ മോനെ, അന്ന് ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾക്ക് മോനോട് സോറി ചോദിക്കുക. അന്നത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. മോൻ എന്നോട് ക്ഷമിക്ക്. സിദ്ധാർത്ഥ്: അമ്മയുടെ മാനസിക വിഷമങ്ങൾ മാറണമെന്ന് സ്വന്തം മോള് വേണ്ടേ ആദ്യം മനസ്സിലാക്കാൻ? ഫോണിൽ വിളിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് സോറി പറഞ്ഞാൽ മതിയോ? എല്ലാവർക്കും ഉണ്ടല്ലോ മാനസിക വിഷമങ്ങൾ. അനന്യ: സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അങ്കിളിനെ ഉപദേശിക്കാൻ അധികാരമുള്ള ആളല്ലേ അമ്മമ്മ. ഞാൻ എൻ്റെ അമ്മായി അമ്മയെ അമ്മയെ പോലെ കാണുന്നു. സുമിത്ര ആറ്റിയും അങ്കിളിൻ്റെ അമ്മയെ അങ്ങനെ തന്നെ കാണുന്നു. അതുപോലെ അങ്കിളിനും കണ്ടൂടെ? സുമിത്ര: അനു, വേണ്ട. സ്വന്തം എന്ന വാക്കിനർത്ഥം ഉണ്ടാവണമെങ്കിൽ ചിന്ത നന്നാവണം. ചിന്ത നന്നായില്ലെങ്കിൽ ആരും ആരുടെയും ആവില്ല. സിദ്ധാർത്ഥ്: നീ എൻ്റെ ചിന്ത നന്നാക്കാൻ വരണ്ട. സാവിത്രി അമ്മ: ഞാൻ പറഞ്ഞതാണ് പ്രശ്നമെങ്കിൽ മോൻ അമ്മയോട് ക്ഷമിക്ക്. തിരിച്ചു വന്നിട്ട് നിങ്ങൾ തമ്മിൽ പ്രശ്നമാണല്ലോ. ഇനി ഇവിടെ നിന്ന് മാറി നിൽക്കണമെങ്കിൽ കുറച്ച് ദിവസം മോൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്ക്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നമെല്ലാം തീരും. സിദ്ധാർത്ഥ്: അമ്മ പോകാൻ ഇറങ്ങി എന്നല്ലേ പറഞ്ഞത്? എനിക്ക് പോക്കോ. സരസ്വതി അമ്മ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വരുന്നു. ഇവർ ഇതുവരെ പോയില്ലേ? ശിവദാസ മേനോൻ: പോയെന്ന് വിചാരിച്ചാണോ നീ താഴേക്ക് വന്നത്? സരസ്വതി അമ്മ: ഞാനിവിടെ എന്താ ചർച്ച ചെയ്യുന്നതെന്ന് അറിയാൻ വന്നതാ. സാവിത്രി അമ്മ: ഞാൻ ഇവരോട് പറയുമായിരുന്നു 3-4 ദിവസം വീട്ടിൽ വന്ന് നിൽക്കാൻ. സരസ്വതി അമ്മ: നല്ല കാര്യമായി. 15-ാം തീയതി ബന്ധം പിരിയാൻ നിൽക്കുന്ന ഇവരോടാ വീട്ടിൽ വന്ന് നിൽക്കാൻ പറയുന്നത്. സരസ്വതി അമ്മയുടെ വാക്കുകൾ കേട്ട് സാവിത്രി അമ്മയ്ക്ക് ഷോക്ക്ഡ് ആവുന്നു. തേങ്ങിക്കൊണ്ട് സാവിത്രി അമ്മ സുമിത്രയോടായി: സത്യമാണോ മോളെ ഇത്? എന്നിട്ട് നീ എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ.
സരസ്വതിയമ്മ: ഇതാണ് സുമിത്ര, പറയേണ്ട കാര്യങ്ങളൊന്നും പറയില്ല. സാവിത്രി അമ്മയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഈ വാർത്ത. തൻ്റെ മോളുടെ ജീവിതമോർത്ത് തേങ്ങി കരഞ്ഞുകൊണ്ട് സാവിത്രി അമ്മ ശ്രീനിലയത്തിൽ നിന്നും പോകുന്നു. നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്ന സുമിത്രയും കാണിക്കുന്നുണ്ട്. അടുത്ത സീനിൽ സിദ്ധാർത്ഥ റൂമിൽ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നു. റൂമിലേക്ക് കയറി വരുന്ന സുമിത്ര ഒന്നും മടിച്ച ശേഷം വീണ്ടും അകത്തേക്ക് കയറി ചെല്ലുന്നു. എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ പോരായിരുന്നോ? സിദ്ധാർത്ഥ്: വിളിച്ചിട്ട് വരാതിരിക്കാൻ നീ ഇപ്പോഴും എൻ്റെ ഭാര്യ അല്ലാതായിട്ടൊന്നും ഇല്ലല്ലോ. സുമിത്ര: മുൻപ് നിങ്ങൾ വിളിക്കാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞു ചെയ്ത ഒരു സുമിത്ര ഉണ്ടായിരുന്നു, എന്നാൽ ഇന്ന് അങ്ങനല്ല. സിദ്ധാർത്ഥ്: ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് വിളിച്ചത്. സുമിത്ര: എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ എനിക്ക് പോകാമായിരുന്നു. സിദ്ധാർത്ഥ്: ഈ ആഘോഷം ഒന്ന് നിർത്തിക്കൂടെ? കുറെ ആയല്ലോ തുടങ്ങിയിട്ട്. കൂട്ടുകാരിയെ കൊണ്ട് വിളിപ്പിച്ച് എന്നെ കളിയാക്കാൻ ശ്രമിക്കുവാണോ? നീ എന്തൊക്കെയാണെന്നുള്ളൊരു തോന്നലുണ്ട് നിനക്ക്. ഇന്ന് നീ എന്തോ ആണെങ്കിൽ അത് എൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ്. ഈ വീട് നിന്റെ പേരിൽ കിട്ടിയത് കൊണ്ട് എന്നെ നിന്റെ ചൊൽപ്പടിയിൽ നിർത്താനാണോ നിന്റെ വിചാരം? അത് നടക്കില്ല. സുമിത്ര: ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ലായിരുന്നു, എന്നാൽ ഇനി മുതൽ നിങ്ങൾ പറഞ്ഞ് ആ തോന്നൽ ചിലപ്പോൾ എനിക്കുണ്ടാവാം എന്ന് പറഞ്ഞ് സുമിത്ര റൂമിൽ നിന്നും പുറത്തു പോകുന്നു. ഇതേസമയം ശരണി ശ്രീനിലയത്തിൽ വന്ന് സുമിത്രയുടെ പേരിൽ ശിവദാസ മേനോൻ വീട് എഴുതിയതിനെ പറ്റി ചോദിക്കുന്നു. സരസ്വതിയമ്മയുടെ സൂത്രമാണ് ഇതെന്ന് മനസ്സിലാക്കിയ മേനോൻ തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. സുമിത്രയെ കുറ്റപ്പെടുത്തുന്ന ശരണ്യോടും സരസ്വതിയമ്മയോടും താനിതൊന്നും ആഗ്രഹിച്ചിട്ടില്ലെന്നും സ്വീകരിക്കില്ല എന്നും പറയുന്നുണ്ടെങ്കിലും രണ്ടുപേരും ചെവിക്കൊള്ളുന്നില്ല. രണ്ടുപേരും സുമിത്രയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാതെ താൻ ശ്രീനിലയത്തിൽ നിന്നും പോകില്ല എന്ന് ശരണ്യ മനസ്സിലുറപ്പിക്കുന്നു. അടുത്ത സീനിൽ വേദികയും മകനും വീട് പൂട്ടി എവിടെയോ പോകാൻ പുറത്തിറങ്ങുന്നു. നീരവിനെ സ്വന്തം അമ്മയുടെ വീട്ടിൽ നിർത്തി എവിടെ പോകാനായിരുന്നു വേദികയുടെ പ്ലാൻ. എന്നാൽ ഇതെല്ലാം തെറ്റിച്ചുകൊണ്ട് സമ്പത്ത് അവിടെ എത്തുന്നു. സമ്പത്തിനെ കണ്ട് അന്താളിച്ച് നിൽക്കുന്ന വേദിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നന്ദി.